തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ച ആളെ റെയിൽവേ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശിയാണ് ഹരി എന്നയാളാണ് പിടിയിലായത്. റെയിൽവേ പാളത്തിന് സമീപമുണ്ടായിരുന്ന റെയിലിന്റെ കഷ്ണം മോഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നു. MS ലിഷോയ് നമുക്കിപ്പം വിവരങ്ങളുമായില്ല. ലിഷോയ്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടത് ഈ പൈപ്പ് പോസ്റ്റ്, ടെലിഫോണിന്റെ പോസ്റ്റ് റെയിൽവേക്ക് കുറുകെ വെച്ച് വലിയ പ്രശ്നമായി കണ്ടതാണ്. ഇതുപോലെ സമാനമായ രീതിയിൽ ഗുരുതരമായ അപകട സാധ്യതയുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെ പോലീസിനും റെയിൽവേ പോലീസിനും കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ കണ്ടു, ഇയാളെ എങ്ങനെ പിടികൂടി? അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പുലർച്ചെ 4:45 എറണാകുളം ഭാഗത്തേക്കുള്ള ചരക്ക് തീവണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ ലോക്കോ പൈലറ്റാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പിന്നീട് ഈ വാഹനത്തിൽ, അതായത് ഈ പോയ ട്രെയിൻ ട്രാക്കിലൂടെ പോയപ്പോൾ ഈ ട്രാക്കിൽ ഇരുമ്പ് കഷ്ണം കിടക്കുന്നത് കണ്ടു. ട്രാക്കിൻ്റെ തന്നെ ഭാഗമായ ഒരു കഷ്ണം കിടക്കുന്നത് കണ്ടു. അത് വാഹനത്തിൽ തട്ടി തെറിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെ പരിശോധനയും മറ്റുമെല്ലാം തന്നെ നടത്തിയത്. അങ്ങനെ എത്തി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഈ ട്രാക്കിൽ തന്നെ ഗാർഡ് റെയിലായി വെച്ചിരുന്ന, തൊട്ടടുത്ത് ഈ ട്രാക്കിനോട് ചേർന്ന് തന്നെ പലയിടങ്ങളിലും ഗാർഡ് റെയിൽ സ്ഥാപിക്കും. അങ്ങനെ ഗാർഡ് റെയിലായി സ്ഥാപിച്ചിരുന്ന ഈ ട്രാക്കിൻ്റെ കഷ്ണമാണ് ഈ ട്രാക്കിൽ കിടന്നിരുന്നത് എന്നുള്ളതാണ് പിന്നീട് കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ വിശദമായ പരിശോധന റെയിൽവേ പോലീസും RPF ഒക്കെ തന്നെ നടത്തി. അങ്ങനെ നടത്തിയ സമയത്താണ് ഇത് ഒരു മോഷണ ശ്രമമാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലെത്തിയത്. അട്ടിമറിയല്ല, മോഷണ ശ്രമമാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. അതിന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഹരി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ, ഇയാൾ ഈ പരിസരത്ത് ആക്രിയൊക്കെ പറക്കി ജീവിക്കുന്ന ആളാണ്. ഇയാൾ ഈ ഇരുമ്പ് കഷ്ണം കുറച്ച് ദിവസങ്ങളായി ഈ നോട്ടം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഇരുമ്പാകുമ്പോൾ ഇത്രയും വെയിറ്റുള്ള ഒരു ഇരുമ്പ് കഷ്ണമൊക്കെ തന്നെ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പണം ലഭിക്കുമെന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ് അയാൾ അങ്ങനെ ചെയ്തതെന്നുള്ളതാണ് RPF-നോട് നൽകിയിരിക്കുന്ന മൊഴി. അതിനോടൊപ്പം തന്നെ അയാൾ പറഞ്ഞത് ഇത് മുറിക്കാനായുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഇത് അവിടെ നിന്ന് എടുത്തു മാറ്റാനും ശ്രമിച്ചു. ആ മുറിക്കുന്നതിന് വേണ്ടി ഈ ട്രാക്കിലേക്ക് വെച്ചതാണ്. ട്രെയിൻ കയറിയാൽ ഇത് ഒരുപക്ഷെ മുറിഞ്ഞു പോകുമെന്നുള്ളൊരു കരുതിയതിനാലാണ് ഇത്തരത്തിൽ ട്രാക്കിലേക്ക് വെച്ചതെന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. മോഷണ ശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഒരു നിഗമനം. കാരണം മറ്റൊന്നുമല്ല, ഇയാൾ അത്തരത്തിൽ പല സാധനങ്ങളും ഇങ്ങനെ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളാണ് എന്ന് ഒരു പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മോഷണത്തിന് വേണ്ടി മറ്റാരും തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇയാൾ ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. വലിയ ഭാഗ്യമായി കൃത്യമായ ഇടപെടൽ നടന്നു. ഇപ്പോൾ അത് തന്നെ ഇവിടെയും കൊല്ലത്ത് നടന്ന അവര് അവകാശപ്പെടുന്നത് ഞങ്ങൾ ഈ പോസ്റ്റ് മുറിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ ആയിരങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് മോഷണത്തിന് വേണ്ടി, മോഷണത്തിന്റെ ഭാഗമായി അതൊന്ന് മുറിഞ്ഞു കിട്ടാൻ വേണ്ടി വാഹനത്തിന് മുന്നിലേക്ക്, ട്രെയിനിന് മുന്നിലേക്ക് വെച്ചു കൊടുക്കുക. ഏറ്റവും വലിയ അപകട സാധ്യതയാണ്. അപകടങ്ങൾ ഉണ്ടാകാതെ പോയത് ഭാഗ്യം. ആളെ കൈയോടെ പോലീസ് പിടികൂടിയിട്ടുണ്ട്.